എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കസ്റ്റമേഴ്സിനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മട്ടൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം നമുക്ക് 1 കിലോ മട്ടന് മീഡിയം പീസാക്കിയിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്കിട്ട് 1 കപ്പ് വെള്ളം, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ 2-3 പീസ് കറുകപ്പട്ട ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഇളക്കി മൂടി വെച്ചിട്ട് ഒരു വിസിൽ വരുന്ന വരെ ഒന്ന് വേവിക്കുക. അടുത്തത് ഞാനിവിടെ 1 കിലോ അരി 3 ഗ്ലാസ് എന്നുള്ള അളവിലാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു അരമണിക്കൂർ കുതിർത്താൻ വെക്കുക. അടുത്തത് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് 2 വലിയ സ്പൂണ് നെയ്യ്, മിൽമ നെയ്യ് ഇട്ട് കൊടുക്കുക. 2 ചെറിയ സവാള കനം കുറഞ്ഞ് സ്ലൈസാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഒരു ചെറിയ പീസ് ക്യാരറ്റും നീളത്തിൽ അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. ഒരു 15 അണ്ടിപ്പരിപ്പ്, 15 മുന്തിരി, 2 തണ്ട് വേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ടത് മീഡിയം ഫ്ലെയിമിൽ ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ മരിയിപ്പിക്കുക. ചൂടാറിയ ശേഷം അത് പാകത്തിന് കളറായി കിട്ടും. എന്നിട്ടത് മാറ്റി വെക്കുക. അതിൽ ബാക്കി വന്ന നെയ്യ് നമ്മളൊരു കുക്കറിലേക്ക് ഒഴിച്ചെടുത്തിട്ട് അതിൽ 3 ഏലക്കായ, 4 കരാമ്പൂവ്, ചെറിയ 2 കഷ്ണം പട്ട, 1/2 ടീസ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുത്തൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു 10 ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ആ ഗ്ലാസ്സിന് 3 ഗ്ലാസ്സിന് 5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അതിൽ 4 ഗ്ലാസ് വെള്ളവും 1 ഗ്ലാസ് മട്ടൻ്റെ സ്റ്റോക്കുമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഈ ഗ്ലാസ്സാണ് കേട്ടോ അളവ്. ഈ ഒരു ഗ്ലാസ്സിനാണ് 3 ഗ്ലാസ് അരി എടുത്തിട്ടുള്ളത്. ഇതിന് 5 ഗ്ലാസ് വെള്ളം. എന്നിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, ഒരു വലിയ രമ്പയുടെ ഇല പീസാക്കിയത് ഇട്ട് കൊടുക്കുക. ഇതാണ് കേട്ടോ രമ്പയില. അറിയാത്തവർക്കാണ് അത് കാണിച്ചിട്ടുള്ളത്. തിളച്ച് വരുന്ന സമയത്ത് അരി വാരാൻ വെച്ചത് ഇട്ട് കൊടുത്തിട്ട് ഒരു വിസിൽ വന്നില്ല എന്നുള്ള രീതിയിൽ ആക്കിയിട്ട് അത് മാറ്റി വെക്കുക. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ ഒരു ബിരിയാണി പോട്ട് അടുപ്പത്ത് വെക്കുക. ഒരു ചെറിയൊരു കയ്യിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് 3 സവാള സ്ലൈസാക്കി അരിഞ്ഞിട്ട് കൊടുത്ത് വഴന്ന് വരുമ്പോൾ ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 5 പച്ചമുളക്, ഒരു 20-25 വെളുത്തുള്ളി പേസ്റ്റാക്കിയത് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി പച്ചമണം മാറിയാൽ ഒരു 4 തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഇളക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ വേവിച്ചെന്ന് പറയാൻ പറ്റില്ല, കാരണം അത് സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് തിളപ്പിച്ചതാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ഒരു 3/4 വേവാകുമ്പോൾ ഏകദേശം ഒരു 3/4 വേവാകുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് തൈര്, 1/2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് ഗരം മസാല, ഒരു പിടി മല്ലിയില, അരപ്പിടി പുതിന അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഇളക്കുക. ഇതിൽ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് പാകത്തിന് വേവിലെടുക്കുക. വെന്തതിന് ശേഷം അതിൽ നിന്ന് ഒരു 3 കയ്യിൽ അതിന് കറി മാറ്റി വെക്കുക. ഇത് ബിരിയാണി ദമ്മിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച നെയ്ച്ചോറ് തുറന്നിട്ട് അതിൽ നിന്ന് രമ്പയിലൊക്കെ മാറ്റിയെടുത്തിട്ട് നന്നായി ഇളക്കിയിട്ട് ഈ മസാലയിലേക്ക് ഈ ചോറിട്ട് കൊടുത്തിട്ട് നന്നായി ഒപ്പാക്കിയതിന് ശേഷം മാറ്റി വെച്ച ഈ കറി കുറുമ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിൽ പൊരിച്ച് വെച്ച സവാള ഇട്ട് കൊടുക്കുക. സവാളയും നട്സും കൂടെ പൊരിച്ചത് നന്നായിട്ട് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മല്ലിയില ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് മൂടി വെക്കുക. അതിൻ്റെ മുകളിൽ കനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 25-30 മിനിറ്റ് നേരം ദമ്മിടുക. 35 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയാൽ മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ടാകും. ഇത് എനിക്കൊരു ഓർഡറിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം ബിരിയാണി ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക ഇൻഷാ അല്ലാഹ്.